സമൂഹ മാധ്യമങ്ങളിലൂടെ സമൂഹത്തിലെ ഓരോ അഴുക്ക് ചാലുകളും വൃത്തിയാക്കി. വീടുകളിലെ വാട്ടർ ടാങ്കുകൾ കേറിയിറങ്ങി വൃത്തിയാക്കി. അതെ അതെ. സമൂഹ ജനങ്ങളിൽ നിന്നും അപരാധങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രശ്നേഷ് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കെ എന്താണ് പ്രശ്നേഷിന്റെ കുടുംബത്തിൽ സംഭവിച്ചത്? കുടുംബത്തിലും പ്രശ്നം ഉണ്ടാക്കിയവൻ, എന്നിട്ട് സ്വന്തം അമ്മയെ പറ്റി പെങ്ങളെ പറ്റി ഊമ്പിത്തരം പറയുന്നു. അറിയാണ്ടടാ. ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള്. പറിക്ക് വരെ സാനിറ്റൈസർ അടിച്ച് നടക്കണം എന്ന് പറയുന്നവനല്ലയോ നീ? നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ. Hey girl, what's the best time for a beach cleanup? Both. Oh, hey girl. ഇവൻ നമ്മൾ നാണം കെടുത്തുന്നോണേട്ടാ. Hey girl, what's the best time for a beach cleanup? Both morning and evening time are the best. Yeah, totally. അതെന്താ നട്ടുച്ചയ്ക്ക് വന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്രാവ് വന്ന് പറിക്കടിക്കൂ? ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഈ 3000 കൊടുത്തതിന് തൊട്ട് എന്തൊരു തന്തല്! കണ്ടന്റിന് വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ വന്നിരുന്നു? അത് തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരു പെങ്കൊച്ചനല്ലേ? ഇതാണോടെ സംസ്കാരം? നിന്നെ എന്റെ അടുത്തങ്ങ് നിന്റെ ചെവിക്കനും അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. സ്വന്തം പെങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ വന്നിരുന്നു, അത് നാളെ നിന്റെ പെണ്ണും പിള്ളയെ പറ്റി നീ പറയുവോ? അത് തന്തലേടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തോ ആയിക്കോട്ടെ, സ്വന്തം പെങ്ങളെ പറ്റി അത് കണ്ടന്റ് ആണെങ്കിലും അത് റിയൽ ആയിട്ടാണെങ്കിലും ഇതൊക്കെ ഇവിടെ വന്ന് ഞങ്ങളോട് പറയേണ്ട കാര്യം എന്തുവാ മൈരേ? മനുഷ്യനായ കുറച്ച് നാണോ മാനോ ഒക്കെ വേണം. ഇപ്പൊ പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനും കാരണം. അതല്ലെങ്കിലും കെട്ടി വന്ന പെണ്ണിനായിരിക്കും പ്രശ്നമെന്ന് എനിക്ക് അറിയാം. ആ മുഖത്തോട്ട് നോക്കിക്കേ, പഞ്ചപാപം. ഒന്നും അറിയാത്ത ഇള്ളിള്ള കുഞ്ഞ്. അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച്. സ്വന്തം അമ്മയുടെ അടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തതിന്റെ അതുകൊണ്ടാണല്ലോടാ മൈര നീ ഇങ്ങനെ വന്ന് മൊബൈലും തൊലിച്ചു വെച്ചിരുന്ന് പറയുന്നേ. എടാ നിന്നെയൊക്കെ സൃഷ്ടിച്ച് എന്നെ വേണം ചവിട്ടാൻ. പോടാ എന്റെ മുമ്പിൽ നിന്ന്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. അതൊക്കെ ഭയങ്കര ഊമ്പിത്തരങ്ങളാണ് പറഞ്ഞത് കേട്ടോ. എടാ നിനക്ക് കഴപ്പാണ്, നീ വല്ല കുടുംബ കോടതിയിലും കൊണ്ട് ജഡ്ജിയുടെ മുന്നിൽ കാണിക്കുക. ഇതൊക്കെ കൊണ്ടുവന്ന് നാട്ടുകാരെ കാണിക്കേണ്ട കാര്യം എന്താണ്? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇത് കണ്ട രോമാഞ്ചം നോക്കി.